അതിനുള്ള എല്ലാ വർഷാന്ത്യമുള്ള കണക്കുകൾ ഓഡിറ്റിംഗ് വരെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ്. കാരണം കൃത്യമായ ഒരു മെയിൻ്റനൻസിലൂടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇത്രയും അധ്യാപകർക്ക് ശമ്പളം തൊഴിൽ കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ, ശമ്പളം വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഈ സ്ഥാപനം കൃത്യമായ ഒരു ലെവലിലേക്ക്, അത് അധ്യാപികയുടെ സ്വന്തം കൈകളിലേക്ക് ചെല്ലുന്ന ഒരു ക്യാഷായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനമായിട്ടല്ല ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ആര്യയുടെ അരങ്ങേറ്റം ഇത് ആദ്യത്തെ അരങ്ങേറ്റമായതിനാൽ എത്രയും ഗംഭീരമാക്കി തീർക്കണമോ എന്നാണ് ആ ടീച്ചറുടെ ആഗ്രഹം. അതുകൊണ്ട് ഇതിന് ഉദ്ഘാടനം ചെയ്യാനുള്ള എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മഹാരാജാസ് കോളേജിന്റെ നായികയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ മേഡത്തെ ഞങ്ങൾക്ക് ആര്യയുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് ആര്യയുടെ ആദ്യത്തെ അരങ്ങേറ്റത്തിൽ ആര്യ തന്നെ പറഞ്ഞതാണ് എനിക്ക് എൻ്റെ മേഡത്തെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന്. ആര്യ ഡാൻസിന് വേണ്ടി ജനിച്ചൊരു കുട്ടിയാണ്. കാരണം അവൾ എൻ്റെ അടുത്ത് RLBയുടെ അഡ്മിഷൻ വേണം, എനിക്ക് RLB തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് വന്നൊരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ആദ്യം പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ ഡാൻസിന് വേണ്ടി ജനിച്ചൊരു കുട്ടിയാണ്. അത്തരത്തിലൊരു പാഷനും ഡെഡിക്കേഷനും ഉള്ള ഒരാളിന് മാത്രമേ അതിന് പുറകെ സഞ്ചരിച്ച് ഇന്ന് ഇവിടെ ഇത്രയും പേരെ എത്തിച്ച് 50ഓളം കുട്ടികളെ കൊണ്ട് ഇവിടെ കളിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുത്ത് അവളുടെ പാഷന് പുറകെ പോയി അതിനെ ഒരു നാടിൻ്റെ തന്നെ ഉത്സവമാക്കി മാറ്റിയ ആര്യയ്ക്ക് എല്ലാവരും വലിയൊരു കയ്യടി കൊടുക്കുക. ഒറ്റ കാര്യം കൂടി പറയാം. ആര്യ RLB കോളേജ് ഓഫ് ഫൈൻ ആർട്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് പഠിച്ച കോളേജാണ്. അത്രയും പഴക്കവും പാരമ്പര്യവുമുള്ള വലിയൊരു സ്ഥാപനത്തിൽ പഠിക്കുക, അവിടുത്തെ ഗുരുക്കന്മാരുടെ ശിഷ്യയാവുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം കൂടി കിട്ടിയ ആര്യയ്ക്ക് നമ്മുടെ നാട്ടിൽ RLB ആര്യ എന്ന വലിയൊരു കലാകാരിയെ തന്നെയാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. കല എന്ന് പറയുന്നത് വലിയ ഡെഡിക്കേഷനും പാഷനും കോർഡിനേഷനും ഒക്കെ വേണ്ട വലിയൊരു കലയാണ് ഡാൻസ്. അതുപോലെ പാട്ടും. കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും കൊറോണ സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലേ, ആഹാരവും വസ്ത്രവും പണവും മാത്രമുണ്ടെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. സഹവർത്തിത്വവും നമുക്ക് ഒന്നാണെന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ലോകം മുന്നോട്ട് പോവുകയുള്ളൂ. ഡാൻസിലേക്ക് വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണും മനസ്സും ശരീരവും വിരൽത്തുമ്പുകൾ പോലും ഒരേ സമയം ഒരേ മനസ്സോടെ ഒരേ ആഗ്രഹത്തോടെ നിന്നാൽ മാത്രമാണ് അതിനെ വലിയ രീതിയിലുള്ള സാധനത്തിന് ശേഷം നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ അരങ്ങേറ്റ വേദി ഏറ്റവും ധന്യമായിരിക്കട്ടെ. അവരുടെ കലാജീവിതത്തിലും അവരുടെ കരിയറിലും അവരുടെ ഫ്യൂച്ചറിലും ഒക്കെ ഏറ്റവും വലിയ മോഹങ്ങൾ പൂവണിയുന്ന ഒരു ദിനത്തിന്റെ തുടക്കമായിരിക്കട്ടെ എന്നുള്ള വലിയ ആശംസ കൂടി അറിയിക്കുന്നു. ഇവിടെ പ്രസംഗത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വലിയ പ്രസക്തിയൊന്നുമില്ല. ആര്യയുടെ ഡാൻസ് സ്കൂളിനും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇവിടെ മഹേഷ് സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ വീട്ടോട്ട് വരികയായിരുന്നു. ഇത് അവരുടെ ഒരു ഗ്രൂപ്പാണ്. പ്രിയപ്പെട്ട ആര്യ, പ്രിയപ്പെട്ട നമ്മുടെ ആര്യയാണ് ഇത് അഭ്യസിപ്പിക്കുന്നത്, ഡാൻസ് അഭ്യസിപ്പിക്കുന്നത്. ആര്യയെക്കുറിച്ച് നമ്മുടെ പ്രിൻസിപ്പൽ സവിസ്തരമായി സംസാരിച്ചു. കുറേ കുട്ടികളെ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നു. ഇവിടെ കേരളത്തോളം നല്ല ഒരു ഡാൻസ് സ്കൂളായിട്ട് വളർന്നു വരികയാണ് മഞ്ചേരി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. അത് വളരെ വലിയ ഒരു സ്കൂളായിട്ട് വളർന്നു വരികയാണ്.
അതുകൊണ്ട് നമുക്ക് അഭിമാനമുണ്ട്. താമരക്കുളം ഇത്തരത്തിലുള്ള വലിയൊരു പ്രസ്ഥാനം ഡാൻസ് ഡാൻസും മറ്റ് കലകളും പഠിപ്പിക്കാനുള്ള ഒരു പ്രസ്ഥാനം വളർന്നു വരുന്നതും വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എല്ലായ്പ്പോഴും ഒരു കലാഹൃദയമുള്ള ഏതൊരു വ്യക്തിയും സഹൃദയത്വമുള്ളവരായിരിക്കും. സഹൃദയത്വമുള്ളവർ തീർച്ചയായിട്ടും മറ്റ് ലക്ഷ്യബോധം ഉള്ളവരായിരിക്കും, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കലകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് എൻ്റെ ആര്യ സുരേഷിൻ്റെ ആരംഭം മുതൽ, അവിടെ കുട്ടിക്കാലം മുതൽ അവിടെ വളർച്ചയും അവിടെ വൈഭവവും അവിടെ ഡെഡിക്കേഷനും കണ്ട ഒരു ആദ്യകാലം മുതലേ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവർക്ക് ആദ്യം ഞാൻ എല്ലാവിധമായ ഭാവങ്ങളും നേരുവാണ്. ഭംഗിയായി മഞ്ചേരി സ്കൂൾ ഓഫ് ഡാൻസിലെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്നതിന്റെ പ്രധാന തെളിവാണ് ഈ ഇരിക്കുന്ന ഇത്രയും രക്ഷകർത്താക്കൾ. ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഞാൻ മഹേശ്വരയോട് പറഞ്ഞ ഒറ്റ കാര്യം, അടുത്ത വർഷം ഇതുപോലൊരു അരങ്ങേറ്റം നടത്തുമ്പോൾ വാടകയുടെ ഓഡിറ്റോറിയം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു വലിയ ഗ്രൗണ്ട് നമുക്ക് റെന്റ് എടുക്കേണ്ടി വരും. അങ്ങനെ തന്നെ പോകട്ടെ. വളരെയധികം സന്തോഷം. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കുള്ള ആദരവാണ്. പ്രിയപ്പെട്ട കുട്ടികൾക്കുള്ള അവാർഡ് വിതരണമാണ്. ഈ അവാർഡ് നൽകാൻ രണ്ടാമതായി അടുത്തായിട്ട് ദക്ഷ മഹേഷ്. അടുത്തായി നന്ദന കൃഷ്ണ. അടുത്തായിട്ട് ഋതിക. അടുത്തായിട്ട് അഖിൽത ആർ. അടുത്തായിട്ട് അതിഥി ആദർശ്. അടുത്തായിട്ട് നമ്മുടെ അടുത്ത മയൂഖ. പേര് വിളിക്കുമ്പോൾ പോരണം. അടുത്തായിട്ട് അലറ രതീഷ്. രതീഷിനെ നവമി രതീഷിനെ മാറി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് മാറിയെടുത്തോളാം. കൃഷ്ണൻ. അടുത്തത് അഷ്ടലക്ഷ്മി. അടുത്തത് അളകനന്ദ. അടുത്ത ബിൻസ ബേബി. അടുത്തത് നൈഹ ഫാത്തിമ. അടുത്തത് ഗൗരി കൃഷ്ണ. അടുത്തത് ദിയ. അടുത്തത് ശ്രീകൃഷ്ണ. അടുത്തത് അരുണിമ. അടുത്തത് അഭിരാമി. അടുത്തത് ശിവന്യ.
അടുത്തത് ശ്രീലക്ഷ്മി. അടുത്തത് ദുബ. അടുത്തത് അവന്തിക. അടുത്തത് നവമി രതീഷ്. അടുത്തത് ആരാധ്യ. അടുത്തത് ഗൗരി നന്ദ. അടുത്തത് നിവേദ. അടുത്ത അനാമിക. അടുത്തത് സൈറ സാബു. അടുത്ത കീർത്തന. അടുത്ത ആരാധിക. അടുത്ത ശ്രേയ. അടുത്ത നാസിയ. അടുത്ത അദ്വിക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള അവാർഡ് വിതരണം കഴിഞ്ഞിരിക്കുകയാണ്.